ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. ഇത് ഞങ്ങൾ തൃപ്രയാർ വൈമാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണിത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ 8, 9, 10, 11 ദിവസങ്ങളിലായിട്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് 10-ാം തീയതിയാണ് കേട്ടോ. ഞങ്ങൾ അറിയാൻ വൈകി പോയി. പക്ഷേ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ മുമ്പേ കഴിഞ്ഞതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും കൂടുതൽ വാങ്ങാനുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പോയത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മക്കൾ കുറെ നാളായി പറയുന്നു വൈമാലിൽ പോകാന്നുള്ളത്. അവർക്ക് വേറെ ഒന്നിനല്ല കേട്ടോ, അവിടെ പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പോയത്. അപ്പോൾ അവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 50% ഓഫറാണ് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ബീറ്ററാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. അവിടുന്ന് ഒരു ബീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഫിലിപ്സിന്റെ ഒരു ബീറ്ററാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അവർക്ക് അവിടുന്ന് ചിക്കൻ കഴിക്കണം, കളിക്കണം, ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോയപ്പോ കുറെ ഭാഗങ്ങളൊന്നും കണ്ട്, പിന്നെ ഡ്രസ്സിന്റെ ഇതിലൊക്കെ കയറി, അങ്ങനെ ചെറുതായിട്ടൊരു ഷോപ്പിംഗ്, ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് മാത്രം നടത്തി. പിന്നെ നല്ല തിരക്കായി. രാത്രിയായിട്ടും 10 മണിയായിട്ടൊന്നും അവിടുത്തെ ആളുകളൊന്നും പോയിട്ടില്ല കേട്ടാ. നല്ല തിരക്ക് തന്നെ ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് പോരുമ്പോ 10:15 കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഓഫറിന്റെ കാര്യം മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പർച്ചേസിങ് അവിടുന്ന് ചെയ്യുള്ളായിരുന്നു. പക്ഷെ പർച്ചേസിങ് ഒക്കെ മുമ്പേ കഴിഞ്ഞ കാരണം ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വീട് പണിയൊക്കെ കഴിയാനായിട്ടുണ്ട് ഏകദേശം. അപ്പൊ അങ്ങോട്ടുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫയല്, ചോക്ലേറ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കാനും ഇരുന്ന്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുട്ടികൾ കളിക്കണം, അങ്ങനത്തെ വീഡിയോസ് ആണ് കേട്ടോ അതിലുള്ളത്. പിന്നെ ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും നമ്മളെ പോലുള്ളവരൊക്കെ ഓഫർ ഉണ്ടോ നോക്കിയിട്ടുണ്ടല്ലോ എല്ലായിടത്തും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേരുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന സെക്ഷനിലായാലും മറ്റുള്ള സ്ഥലത്തായാലും എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പൊ ഉമ്മയും താത്തയും അവിടെ സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇവര് കളിക്കാൻ വേണ്ടി ധൃതി കൂട്ടിയപ്പോ ഞാൻ ഇവരെയും കൊണ്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഇവരൊന്ന് ഹാപ്പി ആയത്. അപ്പൊ രണ്ടാമത്തെ മോൾക്ക് ജില്ലയിൽ നെറ്റ് നഴ്സിംഗിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗം കൂടി ആയിട്ടാണ് ഇങ്ങോട്ടുള്ള വരവ് കേട്ടോ.
ഇതാണ് ഞാൻ വാങ്ങിയ ബീറ്റർ. അപ്പോൾ ഈ ബീറ്റർ 2500 സംതിങ് ആണ്. ഓഫ് റേറ്റിനാണ് ഇപ്പോൾ വാങ്ങിയിരിക്കണത്. 2200 സംതിങ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ബീറ്റർ ഉണ്ടായിരുന്നു. ആ ബീറ്റർ കേടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബീറ്റർ വാങ്ങിയത് ഞാൻ. അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടാ. അത്രയ്ക്കുണ്ട് ആളുകള്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടുന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, ചിക്കിങ് മതി എന്നാണ് കുട്ടികൾ പറഞ്ഞത്. അവർക്ക് ആഗ്രഹം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിക്കിങ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ മോൾക്കാണ്ട ജില്ലയിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ലൈറ്റ് മ്യൂസിക്കിന്. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു അവിടെ. ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് അപ്പൊ വീണ്ടും ഒന്നുകൂടി ഒന്ന് കറങ്ങി നടക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് കറങ്ങിയതാണ്. അപ്പോഴാണ് ഈ വെളിച്ചെണ്ണയുടെ റേറ്റ് കണ്ടത്. 1 ലിറ്ററിന് 265 ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ റേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, 265. അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്ര ഉള്ളോട്ടെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ 10:15 കേട്ടോ. എന്നിട്ടും അവിടെ കൗണ്ടറിലൊക്കെ നല്ല തിരക്കന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ ഒരു ടൈമിലും അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയ പോയിട്ട് മക്കളുടെ കുറച്ച് റീൽസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് അവിടുന്ന് യാത്ര ചെയ്ത് കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്